ബിഗ് ബോസ് എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ രാത്രി കാണിച്ച പരിപാടി അത്ര ശരിയായില്ല കേട്ടോ. പറയാതിരിക്കാൻ വയ്യാത്തോണ്ട് പറയാ, വളരെ മോശമായി പോയെന്ന് വെച്ചാൽ വളരെ മോശമായി പോയി. പണിയും പണിപ്പുരയും അലങ്കാരവും ആഘോഷവും തിരികത്തിക്കലും മാറ്റങ്ങളും എല്ലാം അടിപൊളിയാക്കിയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ആ കല ഉടയ്ക്കണ്ടായിരുന്നു കേട്ടോ. എന്താന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയിസ്. അപ്പോൾ ഇതൊരു റിവ്യൂ അല്ല, എൻ്റെ മനസ്സിൽ കത്തിയ കുറച്ച് കെണികൾ. ബിഗ് ബോസ് വീടിന് അവിടെ ഇവിടെയും കുറെ ചെരുവൊക്കെ കാണിച്ചു പോകും. ഞാൻ വിചാരിച്ചു അതൊരു ഡിസൈനുള്ള ചെരുവാണെന്ന്. ലാലേട്ടൻ ഒരു പണി അതിന്റെ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോഴാണ് ഒരു ചെറുതായിട്ട് കത്തി തുടങ്ങുന്നത്. ബിഗ് ബോസ് വീടിന് മാത്രമാണോ ചെരുവ്, അതോ ബിഗ് ബോസിനും ചെരുവുണ്ടോ? ലാലേട്ടനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബിഗ് ബോസിനെ തന്നെ. കുറച്ചു പേരോടൊരു ചെറിയ ചെരുവുള്ള പോലെ എനിക്കിങ്ങനെ തോന്നി. നിങ്ങൾക്ക് വല്ലതും തോന്നിയാർന്നോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. 7ന്റെ പണിയാണ് 7 ദിവസത്തേക്ക് ഉറക്കില്ല എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ട് പോയിട്ട് ഒരു 3-3.5 പണി കഴിഞ്ഞപ്പോഴേക്കും ആ ടാസ്ക് അങ്ങ് നിർത്തി കളഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്നാ എനിക്ക് തോന്നി. അതിനി ആ രാത്രി അധികം ആയതുകൊണ്ടാണോ, അതോ ഇനി ആ പെമ്പിള്ളേര് തമ്മിൽ അടി തുടങ്ങിയത് കൊണ്ടാണോ എന്നൊരു തോന്നല് എനിക്കില്ലായികയില്ല. മാത്രമല്ല, അവരെ ആ ഉറങ്ങാൻ വിട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം എനിക്കങ്ങ് ഉറക്കം വന്നില്ല. നമ്മുടെ സാധാരണ മലയാളികൾക്കുള്ള ഒരു കുശുമ്പും കുഞ്ഞായ്മ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, എനിക്കങ്ങ് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ തോന്നാതിരിക്കേണ്ട കാര്യമില്ല. 7ന്റെ പണിയാന്ന് പറഞ്ഞു തുടങ്ങിയത് ഞാനല്ലല്ലോ, ബിഗ് ബോസ് തന്നെയല്ലേ. ഫസ്റ്റ് ടാസ്കിൽ തന്നെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞ ഒരു ഫീല്, മീൻസ് ഒരു വെടിയും പൊക്കയൊക്കെ അങ്ങ് തുടങ്ങിയായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഇല്ലാണ്ടായി പോയോലേന്ന് തോന്നി. മാത്രമല്ല, അത്രയും തീയും പുകയും ഉണ്ടായിട്ടും ഒട്ടും പുകയാതെ നിന്ന് കത്തുന്ന കുറച്ച് മെഴുകുതിരികളും ഞാൻ കണ്ടു അവിടെ. അതായത് ബിഗ് ബോസ് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും തീയിൽ പെട്ടല്ലേ പറ്റുള്ളൂ. ചിലര് പേപ്പർ പോലെ ആളി കത്തി അങ്ങ് തീരും, ചിലര് പടക്കം പോലെ നല്ല സൗണ്ട് ഉണ്ടാക്കി പൊട്ടി അങ്ങ് തീരും, ചിലര് നല്ല അടിപൊളി മരക്കഷ്ണം പോലെ കത്തി അങ്ങ് നിൽക്കും, ചിലരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഴുകുതിരി പോലെ പുകയാതെ കത്തിത്തീരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആണെങ്കിൽ ആള് ഭയങ്കര ആക്റ്റീവാണ് എന്ന് പറഞ്ഞ് പുറത്താക്കും. എന്നാൽ ഒരാക്റ്റും ചെയ്തില്ലെങ്കിൽ അതായിരിക്കും പുറത്താവാനുള്ള അടുത്ത കാരണം. പിന്നെ നമ്മുടെ യൂണിഫോമിന്റെ കാര്യം. യൂണിഫോം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരേ കളറിൽ ഒരേപോലത്തെ ഡ്രസ്സ് കൊടുക്കുമായിരിക്കും. പക്ഷെ ബിഗ് ബോസിന്റെ മുദ്രയൊക്കെ സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ എവിടെയൊക്കെ ആയിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു അലമ്പൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയും മുഖമൊക്കെ നോക്കിയാണ് ഡ്രസ്സൊക്കെ കൊടുത്തേക്കുന്നത്. അവിടെയും ഒരു ചെരുവാണ്. കള്ളൻ മനസ്സിലാവില്ല എന്നാ വിചാരിച്ചല്ലേ. നമ്മൾ എല്ലാം കാണും. പിന്നെ മലയാളികൾ പണ്ടേ ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ എല്ലാം അങ്ങ് സ്വീകരിക്കും. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും. ഞാൻ ഇനി കിടന്ന് മെഴുകി അങ്ങ് മോശമാക്കുന്നില്ല. പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് അവിടെ കണ്ടസ്റ്റൻസും കുറച്ച് ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ടായിട്ടോ. പക്ഷെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാ രീതിയിൽ ഡ്രസ്സിന്റെ കാര്യം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പെണ്ണുങ്ങളൊക്കെ ഞങ്ങളുടെ കൂടി അങ്ങ് അടി തുടങ്ങും. അത് പറയാൻ ഇവിടെ ആർക്കാ അവകാശം എന്ന് പറഞ്ഞു. അങ്ങനല്ല, എല്ലാവർക്കും അവരുടേതായ പറയാനുള്ള അവകാശവും എല്ലാവർക്കും വേണ്ടത് ചെയ്യാനുള്ള അവകാശവും ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു നിർത്തിയതാണ്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. കഴിഞ്ഞ ബിഗ് ബോസിൽ ഒരു വലിയ അടി നടന്നൊരു വിഷയമായിരുന്നു. എന്തായാലും അതൊന്നും ഇവിടെ ഉണ്ടായില്ല. നല്ല അടിപൊളിയായിട്ട് അത് കൈകാര്യം ചെയ്ത് അത് അവിടെ സോൾവ് ആയെന്ന് തോന്നുന്നു. ഇനി പൊങ്ങി വരില്ല എന്ന് പ്രതീക്ഷിക്കാം. പൊങ്ങി വരുമെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം കേട്ടോ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലും ബിഗ് ബോസ് പ്ലേറ്റ് മറച്ചു. അതും ഒരു ചെരുവല്ലേ എന്നൊരു തോന്നൽ ഇല്ലായികയില്ല. അത് ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടം പോലെ ബിഗ് ബോസ് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. മുഖത്ത് കരിവാരി തേക്കുന്നതിന് പകരം ഈ പ്രാവശ്യം വെള്ളയടിച്ചാ വിട്ടെ. ആ പോയിന്റാണ് അവർ വിട്ടുപോയത്. സാധാ കരിവാരി തേക്കുമ്പോഴാണല്ലോ ആളെ പുറത്താക്കേണ്ടത്. ഇത് കൂടുതൽ വെള്ളയടിച്ചു കഴിഞ്ഞാൽ ആള് അങ്ങ് ജയിച്ചു എന്നല്ലേ അർത്ഥം. അത് അങ്ങ് ശ്രദ്ധിച്ചില്ല. അത് അവരും ശ്രദ്ധിച്ചില്ല, നമ്മളും ശ്രദ്ധിച്ചില്ല. അവസാനം ബിഗ് ബോസ് അത് കളം മറച്ച് ചവിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പണി എന്തായിരുന്നു. എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ മെയിൽ കോമണറും ആദ്യത്തെ എൻട്രിയും ആദ്യത്തെ ലീഡറും അനീഷ് തന്നെയായിട്ടോ. എന്തായാലും അപ്പോൾ ആദ്യം ഇറങ്ങുന്നയാള് അനീഷ് ആവാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടില്ലല്ലോ. വേറെയും കുറെ വഴികളുണ്ട്, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാതെ. എന്തായാലും ഫസ്റ്റ് ആണ് എന്നുള്ളൊരു അഹങ്കാരം എന്തായാലും ഉണ്ട്. അഹങ്കാരം ഇപ്പൊ ഒന്നോടെ കൂടിയിട്ടുണ്ട്. പിന്നെ ചിലരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും കൂടെ ഉണ്ട്.
അതെന്താണെന്നങ്ങ് മനസ്സിലായില്ല. സ്ത്രീ വിരോധിയാന്ന് പറഞ്ഞാ വന്നേ, പക്ഷെ അവിടെ എനിക്ക് ഇച്ചിരി തിരിച്ചങ്ങ് തോന്നി. സ്ത്രീ വിരോധിയാണോ അതോ പുരുഷ വിരോധിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചപ്പെടുത്താം. എന്തായാലും അവിടെ കുറച്ചുപേര് ജഡ്ജ് ചെയ്ത് നടക്കുകയാണല്ലോ, ഞാനൊന്നും അങ്ങ് ജഡ്ജ് ചെയ്യുന്നില്ല. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കുറച്ചുപേർക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഒരു സൈഡിൽ നിന്ന് കുത്തിത്തിരിപ്പും വഴക്കും ട്രിഗറിങ്ങും എല്ലാം അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ തന്നെ കേട്ടോ. തലവേദന എന്തായാലും പുതുതായിട്ടൊരു സ്ഥലത്ത് വന്നതല്ലേ, ഫുഡൊന്നും പിടിച്ചു കാണില്ല, ഗ്യാസ് കയറിയതായിരിക്കും. ബിഗ് ബോസ് കുറെ മരുന്നിന്റെയൊക്കെ പേര് പറയുന്നുണ്ട്, ഉള്ളത് എല്ലായിടത്തും കൊടുക്കണ്ട, വല്ല ഗ്യാസിന്റെയും ഗുളിക കൊഴുത്ത് ഒഴിവാക്കി വിട്ടേരെ കേട്ടോ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി, തലവേദന മാറിക്കോളും. ഒരു ഡോക്ടർ ഊട്ടി ഉണ്ടായിരുന്നു, കണ്ടില്ല ആ വഴിയെ. തലവേദനയുടെ കാര്യം പറഞ്ഞായിരുന്നു തല്ല്. അത് തലവേദനയുടെ കാര്യം പറഞ്ഞാണോ അതോ പുതിയ ലീഡറിനെ പിടിക്കാത്തത് കൊണ്ടാണോ തല്ലെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവൂലേ അല്ലേ. പണിപ്പുര എന്താണെന്നും അതിലുള്ള 7ന്റെ പണി എന്താണെന്നുള്ളതിന്റെ ലെറ്റർ വായിച്ചു കേട്ടില്ലേ. അപ്പൊ ഇനി ലക്ഷറി ടാസ്കിന്റെ ഷോപ്പിംഗ് അതിനി മൊത്തം പണിപ്പുരയിലാണ്. എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ ബാൻഡ് അത് പിടിച്ചു പറിക്കേണ്ടവർ തന്നെ പിടിച്ചു പറിച്ച് കയ്യിലാക്കിയത് കൊണ്ട് കുറച്ചൊക്കെ ഫുഡ് കിട്ടുമായിരിക്കും ലക്ഷറി ഐറ്റത്തിൽ നിന്ന്. പിങ്ക് ബാഗിൽ തിന്നാനുള്ള ഐറ്റംസും ബ്രൗൺ ബാഗില് വസ്ത്രങ്ങളും ഗ്രീൻ ബാഗിൽ കോസ്റ്റ്യൂംസും ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ അക്സസറീസും കോസ്റ്റ്യൂംസും മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഷോപ്പിംഗ് ചെയ്യാവുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ലക്ഷറി ടാസ്കുമായിട്ട് അകത്ത് പോകുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വന്തം കാര്യത്തിന് വേണ്ടി ഷോപ്പ് ചെയ്ത് തിരിച്ചു വരുവാണെങ്കിൽ അടുത്ത നോമിനേഷനിൽ പേരുണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അതാണ് അവിടുത്തെ ഒരു പണി. ജനറൽ ആയിട്ടുള്ള ബാഗിലാണ് ഇടുന്നെങ്കിൽ എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കണം, അതാണല്ലോ ഒരു കോമൺ നിയമം. അതാണ് രണ്ടാമത്തെ പണി. ഷോപ്പിങ്ങിന് കയറാൻ പറ്റിയാലേ സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ സ്വന്തമായിട്ട് പോലും, അത് അടുത്ത പണി. അങ്ങനെ ഇഷ്ടംപോലെ പണികളാണ് നമ്മുടെ പണിപ്പുരയിൽ കിടക്കുന്നത്. നമുക്ക് എല്ലാ പണികളും നമുക്ക് വഴിയെ കാണാം. ഒരു അടിപൊളി രസം തന്നെയായിരിക്കും നമ്മുടെ ലക്ഷറി ഷോപ്പിംഗ് എന്നാണ് ഈ പ്രാവശ്യം തോന്നുന്നത്. പക്ഷെ എന്തായാലും കഴിഞ്ഞ ബിഗ് ബോസുകളെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി ഐറ്റംസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് തിരിച്ചു കൊടുത്താൽ മതി എന്നാണ്ടോ. പക്ഷെ അത് ഒരു ഇളവായി പോയില്ലേ അല്ലേ. കുറെ വാരി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങ് പോവാറുന്നു. ഈ പ്രാവശ്യം കയറി ചെന്നിട്ട് എന്തും വാരി എടുക്കാം, ബാക്കി വരുന്നത് എടുത്ത് തിരിച്ചു കൊടുത്താൽ മതി. ധൈര്യമായിട്ട് പോയി വാരി എടുത്തുകൊണ്ട് വരാം. എന്തായാലും സ്വന്തം ആവശ്യത്തിനുള്ള ലക്ഷറി ആർക്കൊക്കെ വാരാൻ പറ്റും എന്നുള്ളത് അതിലാണ് കാര്യം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ വലിയ സംശയത്തിനുള്ള ഉത്തരം ഇന്ന് ബിഗ് ബോസ് കൊടുക്കുകയും ചെയ്തിട്ടോ. അവിടെ മേക്കപ്പ് റൂമിൽ കയറിയിട്ടുള്ള മേക്കപ്പും അങ്ങനെ യൂസ് ചെയ്യാനുള്ളതല്ല. അപ്പൊ മേക്കപ്പ് ഒന്നും ഇടാതെ തന്നെ നടക്കണം എന്നുള്ള സെറ്റപ്പിലാണ് ബിഗ് ബോസ്. എന്ത് മാസ്ക് ഇടാൻ സമ്മതിക്കില്ലല്ലോ, അതാണല്ലോ ബിഗ് ബോസ് സീസൺ 7ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ പുതിയ എലിമിനേഷനിലുള്ള ലിസ്റ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലിനി ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.